ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നൊരു നഗറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ, സബോള, വെളുത്തുള്ളി, പിന്നെ ഒരടപ്പ് സോയാ സോസ്, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ചൊരു വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അണ്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ച് നമുക്കെടുക്കാം. കണ്ടില്ലേ, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്, അല്ലാതെ നമ്മൾ അരച്ച് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾക്ക് ഈ നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. ഹാർട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ. ഇപ്പോൾ എനിക്ക് എളുപ്പം ഇവിടെ റൗണ്ട് ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റൗണ്ടിൽ പരത്തിയാണ് സെറ്റാക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇതാണ് ഒന്നും കൂടെ കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. മറ്റേതാണെങ്കിൽ പിന്നെ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്, പക്ഷേ എനിക്കിതാണ് എളുപ്പം. അപ്പോൾ ഞാൻ റൗണ്ടിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഓരോ ബോൾസ് എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ല മുട്ടയുടെ, അതിനകത്ത് മുക്കി പിന്നെ ബ്രെഡ് പൊടിച്ചതിനകത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കോട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് സിമ്പിളാട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റാക്കി എടുക്കാം. ഒട്ടും സമയമില്ല, നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം. നമുക്ക് ചിക്കൻ മാത്രം മേടിച്ചാൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ തന്നെയാണല്ലോ. അപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെച്ച് എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ തീ ഇത്തിരി കുറച്ച് വെക്കണം. എന്നിട്ടിത് എല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ തീ കുറച്ച് വെച്ചിട്ടാണ് ഇടുന്നത്. കാരണം നമ്മൾ ഇട്ടപ്പം തന്നെ ഇപ്പുറത്തെ സൈഡ് മൊരിഞ്ഞ് വന്നു, പക്ഷേ ഉള്ളു വെന്ത് കാണത്തില്ല. അപ്പോൾ ഉള്ളു വേകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സിമ്പിൾ പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മൊരിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലെടുക്കണം. ഈ ഒരു കളർ കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അത്ര അടിപൊളിയാട്ടോ. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എനിക്ക് ഒന്നുകൂടി ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. ഇനി നമുക്കിതാ ബാക്കിയുള്ളതും കൂടെ ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തീ എപ്പോഴും നമ്മൾ കുറച്ചേ ഇടാവുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഫ്രൈ ചെയ്യാൻ ഒട്ടും സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് ബൗളിലെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാട്ടോ. ഉള്ളു നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.